ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ സെക്ഷണൽ വ്യൂ ആണ്. സെമിനിഫറസ് ട്യൂബിൾ എത്ര ഉണ്ട്? 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണുന്ന സ്ട്രക്ചറാണിത്. സോ നമ്മൾ പറഞ്ഞിരുന്നു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് സെല്ലുകളുണ്ട്. ഒന്ന് സ്പെർമാറ്റോഗോണിയ, ഇതാണ് സ്പെർമാറ്റോഗോണിയ. ഇൻസൈഡാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണുന്ന സ്ട്രക്ചറുകളാണ്. അതിൽ ഉള്ളിൽ 2 ടൈപ്പ് സെല്ലുകളുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് സ്പെർമാറ്റോഗോണിയ. ഇതൊക്കെ സ്പെർമാറ്റോഗോണിയകളാണ്, സ്പെർമാറ്റോഗോണിയകളാണ്. ആ സ്പെർമാറ്റോഗോണിയാണ് സ്പേമായിട്ട് മാറുന്നത് സ്പെർമാറ്റോജെനിസിസ് വഴി. അതാണ് സ്പെർമാറ്റോഗോണിയ. പിന്നെ അതേപോലെ സ്പെർമാറ്റോസോവയായിട്ട് മാറണം. സോ ഇതൊക്കെ എന്താണ്? സ്പെർമാറ്റോഗോണിയാണ്. അതിൽ സ്പെർമാറ്റോജെനിസിസ് വഴി സ്പെർമാറ്റോസോവ, സ്പേം ഫോർമേഷനിൽ സ്പെർമാറ്റോസോവ ഉണ്ടാവുന്നു. സ്പെർമാറ്റോഗോണിയ ആൻഡ് സ്പെർമാറ്റോസോവ. ഇനി ഇതിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ സെല്ല് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്പെർമാറ്റോഗോണിയ സ്പേമായിട്ട് മാറുന്നു. വേറെ കുറേ സെല്ലുകളുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സെർട്ടോളി സെൽസ്. ഈ വലിയ സെല്ലുകളുണ്ട് കുറച്ച്. ഇതൊക്കെയാണ് സെർട്ടോളി സെൽസുകൾ. സോ സെർട്ടോളി സെൽസുകളാണ് ഇതൊക്കെ. അതുപോലെ ഇതൊക്കെ സ്പെർമാറ്റോഗോണിയ. സോ സ്പെർമാറ്റോഗോണിയ സെർട്ടോളി സെൽസിൽ വന്ന് എംബഡ് ചെയ്ത് നറിഷ്മെൻറ്റ് സ്പെർമാറ്റോഗോണിയ ഡെവലപ്പ് ചെയ്ത് സ്പെർമാറ്റോസോവയായി അത് സെർട്ടോളി സെൽസിൽ ഇതാ സെർട്ടോളി സെൽസിലേക്ക് ഈ പറഞ്ഞ സ്പെർമാറ്റോസോവ വന്ന് അറ്റാച്ച് ചെയ്ത് കിടന്ന് എംബഡഡായി നറിഷ്മെൻറ്റ് ഈ സെർട്ടോളി സെൽസുകളിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് സ്പേമായിട്ട് മാറുന്നത്. സ്പെർമിയേഷൻ വഴി അതായിട്ട് മാറും. അപ്പോൾ സെമിനിഫറസ് ട്യൂബിളിൻ്റെ ഉള്ളിലുള്ള സ്പെർമാറ്റോഗോണിയ ആൻഡ് സെർട്ടോളി സെൽസ്, സ്പെർമാറ്റോഗോണിയ സ്പെർമാറ്റോസോവ ആയുന്ന സ്ട്രക്ചർ, അത് സെർട്ടോളി സെൽസിൽ എംബഡഡായി കിടക്കുന്ന സ്ട്രക്ചർ. ഇതാണ് ഉള്ളിലുള്ള സ്ട്രക്ചർ. ഇനി നമ്മൾ പറഞ്ഞു സെമിനിഫറസ് ട്യൂബിളിൻ്റെ ഇടയിലായിട്ട് ഇൻഡസ്റ്റീഷ്യൽ സ്പേസുകൾ. ഇതാണ് ഇടയിലുള്ള ഇൻഡസ്റ്റീഷ്യൽ. ഇതാണ് ഓരോ സെമിനിഫറസ് ട്യൂബിളിൻ്റെ സെക്ഷൻ നിന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഇൻഡസ്റ്റീഷ്യൽ സ്പേസുകളാണ് ഈ കാണിച്ചേക്കുന്നത്. ഇൻഡസ്റ്റീഷ്യൽ സ്പേസുകൾ, ഇൻഡസ്റ്റീഷ്യൽ സെല്ലുകൾ എന്നും നമ്മൾ വിളിക്കും, അഥവാ ലേഡിക് സെൽസ് എന്ന് പറയും. സോ ഇൻഡസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലേഡി സെൽസിൻ്റെ പടമാണിത്. ഇടയിലുള്ള സെമിനിഫറസ് ട്യൂബിളിലുള്ള ഇടയിലുള്ള ഇൻഡസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ്. ഇവിടെയാണ് ടെസ്റ്റിക്കുലർ ഹോർമോൺ അഥവാ ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പെർമാറ്റോജെനിസിസിനെ സ്പേമായി മാറാനുള്ള സഹായിക്കുന്ന ഹോർമോണുകൾ അല്ലെങ്കിൽ ഹോർമോണൽ കൺട്രോൾ വരുന്നത് ഈ ഇൻഡസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റിക്കുലർ ഹോർമോണായ ആൻഡ്രോജനാണ്. സോ ആൻഡ്രോജനാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേം ഫോർമേഷൻ അല്ലെങ്കിൽ സ്പെർമാറ്റോജെനിസിനെ സഹായിക്കുന്നത്. അതുപോലെ സെർട്ടോളി സെൽസിനെ കാണാം, സ്പെർമാറ്റോസോവനെ കാണാം, സ്പെർമാറ്റോഗോണിയ കാണാം. അതുപോലെ ഇടയിലുള്ള ഇൻഡസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസിനെയും കാണാൻ പറ്റും. ഇതാണ് ഒരു സെക്ഷണൽ വ്യൂ. സെമിനിഫറസ് ട്യൂബിൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണുന്ന സ്ട്രക്ചർ. ഇൻസൈഡ് സ്ട്രക്ചർ വിത്ത് സ്പെർമാറ്റോഗോണിയ ആൻഡ് സ്പെർമാറ്റോസോവ ആൻഡ് സെർട്ടോളി ആൻഡ് ഔട്ട്സൈഡ് ബിറ്റ്വീൻ ഓരോ സെമിനിഫറസ് ട്യൂബിളിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ. അതാണ് ഇൻഡസ്റ്റീഷ്യൽ സെൽസ് വിത്ത് എന്താണ് ലേഡിക് സെൽസ്. എന്തുണ്ടാവുന്നു? ആൻഡ്രോജൻ.